എന്ന്. പക്ഷെ ഇവിടെ ഞാനൊരു വാക്കിൽ നിന്ന് നിലനിർത്തുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമാകുന്ന അധികാരം നിർവഹിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമാകുന്ന അധികാരം നിർവഹിക്കുക. ഒരു മനുഷ്യന് ദൈവത്തിന്റെ പൈതലായി തീരുക, ഏറ്റവും ഭാഗ്യം നൽകിയ ഒരു സമ്മാനം കിട്ടിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ജീവിതങ്ങളാണ് നമ്മളെല്ലാം. യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ സമ്മാനമായിട്ട് നൽകുന്നു. കീറത്തുണിയിൽ സംഭാവന അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നു, പ്രത്യേകിച്ച് യേശുവിന് മാത്രം. മറ്റുള്ളവരെല്ലാം നമ്മൾ കൊടുത്ത സമ്മാനങ്ങളില്ല മനോഹരമായ സ്വർണ്ണ പേപ്പറുകൾ പൊങ്ങിയതാണ്. പക്ഷെ ലോകൈക രക്ഷകൻ ഈ ഭൂമിയിൽ വന്നത് ഒരു കീറത്തുണിയിൽ പൊതിഞ്ഞ കാൽത്തൊഴുത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്ന ഒരു രക്ഷകനാണ്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് പറയുന്നത്. ഒന്ന്, എന്തിനു വേണ്ടിയാണ് ക്രിസ്തു മനുഷ്യ അവതാരം എടുത്തത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദൈവമക്കളുടെ പദവിയാണ്. ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരത്തിലാണ് ഞാൻ അവസാനിപ്പിക്കും. വളരെ വ്യക്തമായി അവസാനിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ക്രിസ്തു മനുഷ്യ അവതാരം എടുത്തത് എന്തിനെന്ന് ചോദിച്ചാൽ പാപിയായ മനുഷ്യന് ദൈവികമായ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ലോകൈക രക്ഷകനായി ഈ ഭൂമിയിൽ വരുമ്പോൾ അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ മഹത്വവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിന് മറ്റാർക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരു ശ്രേഷ്ഠമായ ഒരു പദവിയാണ് മനുഷ്യനാണ് നമുക്ക് നൽകുന്നത്. ഇന്ന് ലോകത്തിൽ ക്രൈസ്തവ പ്രതിസന്ധി കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവർ നോക്കിയിട്ടും ഇതിനെ അവസാനിപ്പിക്കാൻ പറ്റും. ഏതെങ്കിലും വിധത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കും. ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകത്തെ നശിപ്പിക്കുന്ന ഒരു സമയമാണ്. കളയുക, ചുടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയമുണ്ടായി. പക്ഷെ ഇന്ന് ആ ദേശങ്ങളിലെല്ലാം ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന മെഷീനുള്ള വലിയ വലിയ സ്ഥലങ്ങളായി മാറി. അതുകൊണ്ട് നമുക്ക് കീറത്തുണിയിൽ കിട്ടിയ അല്ലെങ്കിൽ ഒരു സമ്മാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ വെച്ച് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. മറ്റു കയ്യിരിക്കുന്ന പേപ്പറുകളെല്ലാം നമ്മൾ വലിച്ചു മാറ്റി ആ സമ്മാനത്തിന്റെ അളവും അല്ലെങ്കിൽ ഇതിന്റെ മൂല്യമൊക്കെ നമുക്ക് വർണ്ണിക്കാൻ കഴിയും. പക്ഷെ യേശു കുഞ്ഞിനെ നമുക്ക് ഒരിക്കലും വർണ്ണിക്കാനായിട്ട് കഴിയില്ല. ബെത്ലഹേമില് കാലത്തൊഴുത്തിൽ ജനിച്ച അല്ലെങ്കിൽ ജാതനായ ആ യേശു കുഞ്ഞിനെ നമ്മൾ നമസ്കരിക്കുന്ന, അത് ഓർമ്മിക്കുന്ന ദിവസം ലോകം ഇനി എങ്ങനെയെല്ലാം ഏതെല്ലാം വാതിലുകൾ അടച്ചാലും വിശ്വാസ ജീവിതം നിലനിർത്തണം, പ്രാർത്ഥിക്കണം, ശക്തിപ്പെടണം, ഒരുമയോടുകൂടെ വീണ്ടും വീണ്ടും നമ്മൾ നേടണം. അതാണ് മനുഷ്യന്റെ ഭാവിയായ മനുഷ്യന് ദൈവികമായ മഹത്വം കൊടുക്കുന്ന ഒരു സംഭവം. രണ്ടാമത്, മനുഷ്യവർഗം ദൈവ സ്നേഹം ദർശിക്കുവാൻ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവസ്നേഹം ആവശ്യം. ലോകസ്നേഹം അല്ലെങ്കിൽ ദൈവസ്നേഹം ഇല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് അവരെ ഈ ദിവസങ്ങളിലൊക്കെ അവകാശപ്പെടുകയും പത്രങ്ങളിലും വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന മാനുഷികമായ അനുഭവങ്ങൾ, ക്രൂരതയുള്ള ചിന്തകൾ, ആശയങ്ങൾ. ഞാൻ ചിന്തിക്കുന്ന ആ മനുഷ്യനെയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതാണ്. ആ മനുഷ്യനെയും ദൈവത്തിന്റെ കരുതലും സ്നേഹവും സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ വളർന്ന വഴികൾ മാറിയപ്പോൾ അവൻ ക്രൂരനായി ലോകത്തിന്റെ അല്ലെങ്കിൽ ദൈവികമായ ചിന്തയ്ക്ക് ഇഷ്ടപ്പെടാൻ കഴിയാത്ത ഒരു മനുഷ്യൻ.
ഞാനിങ്ങനെ ഓർക്കുന്ന ഒരു കാലഘട്ടം, ഈ ലെനിൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതലായിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ പ്രധാനപ്പെട്ട കാരണം സൺഡേ സ്കൂൾ ഉണ്ടായ പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കി. സൺഡേ സ്കൂളിൽ നിന്ന് ഒരു ടീച്ചറുമായിട്ട് ഉള്ള സംസാരത്തിൽ അത് ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് ഞാൻ പറയുന്നത്. ആ സ്ഥലത്ത് ഇന്ന് ബൈബിളിന്റെ ഭയങ്കരമായ പ്രവർത്തനം ഉണ്ടാകുന്ന അവസരമാണ്. ഈ നാളുകൾ നമ്മൾ ക്രിസ്മസ് നാളുകൾ ഈ സന്തോഷിക്കുന്നത് ഏറ്റവും വലിയൊരു കാലഘട്ടം. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കാൻ പോകുന്നതെല്ലാം ക്രിസ്തീയ ശുശ്രൂഷ മേഖലകൾ അടഞ്ഞു പോകുന്ന ഒരു അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കും. പാട്ടുകളില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ക്രിസ്മസിന്റെ സന്തോഷമില്ലാതെ എല്ലാം ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ ഒരു സമയം. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം ഒരുമനപ്പെട്ട ദൈവത്തെ ആരാധിക്കാൻ തീരുമാനം. അപ്പൊ അതുകൊണ്ട് മനുഷ്യവർഗം ദൈവസ്നേഹം ഉണ്ടാകും. അതാണ് ലോകത്ത്, ദേശത്ത് മനുഷ്യന് ദൈവസ്നേഹം ഉണ്ടാകണം എന്ന്. മൂന്നാമത് പറയുന്നത് ദാവീദ് ഗ്രഹത്തിന്റെ വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി. പഴയ കാലഘട്ടത്തിൽ ദാവീദ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ തലമുറയിൽപ്പെട്ട ഒരു അനുഭവമായി യേശു ജനിക്കുമ്പോൾ ആ ഗ്രഹത്തിന് വ്യവസ്ഥ സ്ഥാപിക്കപ്പെടുക. ഇതായിരുന്നു പഴയ നിയമത്തിൽ ഓർമ്മപ്പെടുത്തുക. യെശയ്യാവ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, യെഹെസ്കേൽ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, യിരെമ്യാവ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആ തെളിവാണ് ഇവിടെ ദാവീദ് ഗ്രഹത്തിന്റെ വ്യവസ്ഥ സ്ഥാപിക്കാൻ യേശുവിന്റെ ജനന മഹോത്സവത്തിൽ പങ്കുചേരുവാൻ ഇടയുണ്ടായി. ഇനി നാലാമത് ഈശ്വരാന്വേഷകർക്ക് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുക. ഇപ്പോഴും പല മനുഷ്യരും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. കാരണം ദൈവം ആരാധന അവർക്ക് തന്നെ അറിയില്ല. അവർ എന്തോരെ ഏത് തരത്തിലുള്ള ആരാധന വേണമെന്നും തൻ്റെ ശാരീരികമായുള്ള മുറിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ചെയ്തു നോക്കിയിട്ട് തൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഈ ലോകത്ത് അങ്ങനെ ഒരു ദൈവത്തെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. പക്ഷെ ബൈബിൾ പറയുന്നത് ഒരു ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അന്വേഷകൻ ആ ദൈവത്തെ വെളിപ്പെടുത്തിയതാണ് ഈ ക്രിസ്മസ്. അപ്പോൾ കുഞ്ഞുങ്ങൾ സമ്മാനം വായിച്ചത്, അവർ പറഞ്ഞ വാക്കുകൾ, കഴിഞ്ഞ നാളുകളിൽ കഴിച്ചുകൊണ്ടിരുന്ന വാക്കുകൾ എല്ലാം ക്രിസ്മസിന്റെ സന്തോഷം. അത് ജീവിതത്തിൽ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നത് അവർ നല്ല കുഞ്ഞുങ്ങളാൽ അല്ലെങ്കിൽ ഈ മാനുഷികമായ ഈ ലോകത്തിന്റെ ചിന്തകൾ കൊണ്ട് മുരടിച്ചു പോകുന്ന ഒരു മനുഷ്യനായി തീരാതെ ഹൃദയമുക്തമുള്ള, നിർമ്മല ഹൃദയമുള്ള, ദൈവസ്നേഹമുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നതിന് ഈ ക്രിസ്മസ് ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രിസ്മസ് കാലവും കടന്നു പോകുമ്പോൾ നമുക്ക് ഒത്തിരി ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾ നന്നായിട്ട് സ്നേഹിച്ച, കരുതിയ, വാതിൽ തുറന്ന അനുഭവം. ഹൈന്ദവ പ്രിയപ്പെട്ടവർ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ തന്നു ഞങ്ങളെ സ്നേഹിച്ചത്. ഞാൻ പറയുന്നത് അവരുടെ ഹൃദയത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്ന ആ ദൈവിക സാന്നിധ്യം അവർ ശരിക്കും മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഒരു പക്ഷേ ഇത് ഈ ക്രിസ്മസ് ആവശ്യമാണ്. അനേകം ദൈവം അറിയത്തില്ല. ദൈവമാരാണ് ഇപ്പോഴും അറിയാത്തവർ. ശരിയായ ദൈവമാരാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവമാരാണ്, സകലം ഉണ്ടാക്കിയതും പരിപാലിച്ചതുമായ ദൈവമാണ്. ഞാൻ ഇടയ്ക്ക് ആരോടൊക്കെ പറഞ്ഞൊരു സംഭവം, പെട്ടെന്ന് ഒരു മുസ്ലിം സഹോദരൻ എന്നോട് പറഞ്ഞ സംഭവം, നിങ്ങൾ സൗഹൃദമായിട്ട് സംസാരിച്ച പറഞ്ഞ ഒരു കാര്യമില്ലാണ്. എല്ലാം അനുഭവിച്ചിട്ട് ദൈവമില്ല എന്ന് പറയുന്ന ആളുകളാണ്. അത് പക്ഷേ വാസ്തവം. എല്ലാ സൗകര്യങ്ങളും കിട്ടി, എല്ലാ ജീവിതത്തിലും നന്നായിട്ട് ജീവിച്ച് പിന്നീട് പറയുന്നത് ദൈവമില്ല എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ അതല്ല, ഇങ്ങനെ പറഞ്ഞൊരു കാര്യം, ഇതിന്റെ മേഖലയിൽ കാണുന്ന ചില സാധനങ്ങൾ അത് തമ്മിൽ പുരസ്സാതെ അതിന് കറക്റ്റായിട്ടുള്ള അളവ് വെച്ചുകൊണ്ട് വളരെ ഭംഗിയായി നിയന്ത്രിച്ചു നിർത്തി ഈ ഭൂമിയെ
ഈ ഭൂമണ്ഡലത്തെ, ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യന് അവനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയായി ചിട്ടയായി ആരുടെയും ഒരു ഔദാര്യമില്ലാതെ ആ ദൈവം തന്നെ വളരെ ഭംഗിയായി നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കീഴിൽ ആ ദൈവത്തെ മനസ്സിലാക്കിയ ഒരു ദൈവ പൈതലാണ് നാം. അതുകൊണ്ട് സകലതും ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത് എന്ന് പറയാൻ നമുക്കൊരു സന്തോഷമുണ്ടാകും. അതാണ് ക്രിസ്മസ്. ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഒരു കീറത്തുണിയിൽ നമുക്ക് ലഭിച്ച സമ്മാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് ഈ ലോകയിലെ രക്ഷകനാണ്. പ്രതിസന്ധികളുടെ അപ്പുറത്ത് ദൈവത്തിന്റെ അനുഗ്രഹം അച്ഛൻ പറയുന്നത് ഒരു സഭയുടെ ശിരസ്സായി ഭരണമാണ്. ഒരു സഭയെ പരിപാലിക്കുന്നതിന് ഒരു പക്ഷേ ദൈവസഭയുടെ ശിരസ്സായി ഈ ഭരണം നടത്തുവാൻ ഈ ദൈവം. അപ്പോൾ ലോകം മുഴുവനും മനുഷ്യനെ നന്നായിട്ട് നിയന്ത്രിക്കുന്നത്, ഏത് ആവശ്യത്തെയും നടത്തി തരുന്നത് ഈ ക്രിസ്മസ് ആവശ്യം. ചിലപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ക്രിസ്മസ്, ചിലവരെ പറയാം എന്റെ വീട്ടിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് ഈ വർഷം ക്രിസ്മസ് ഇല്ല എന്ന് പറയുന്നത്. ക്രിസ്മസ് ഒരിക്കലും ഇല്ലാതിരിക്കത്തില്ല. ഇനി ലോകത്ത് എന്തെല്ലാം മാറ്റം സംഭവിച്ചാലും മനുഷ്യരെ എത്ര തന്നെ നശിപ്പിച്ചാലും ക്രിസ്മസ് ക്രിസ്മസ് തന്നെ. BC 4 യേശു ജനിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കാലഘട്ടങ്ങൾ ഭയങ്കരമാണ്. അന്നുണ്ടായിരുന്ന പഴയ മലാക്കിയുടെ പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം വരെ 400 വർഷക്കാലം ഇരുളടഞ്ഞ ജീവിത കാലഘട്ടത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ആ ഇരുണ്ട കാലഘട്ടത്തിൽ കണ്ട ഒരു ദിവ്യമായ നക്ഷത്രം. ആ നക്ഷത്രം ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉദിക്കണമെങ്കിൽ തീർച്ചയായും അത് മനുഷ്യന്റെ ഹൃദയത്തിൽ വരുമ്പോഴാണ് ദൈവമക്കളുടെ പദവി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആ യേശുവിനെ ജനിക്കുന്നതിന്റെ ആ സന്തോഷമാണ് ഈ ക്രിസ്മസ്. കുറച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. പക്ഷെ ദൈവം പറയുന്നത് ദൈവമക്കളുടെ പദവിയല്ല. ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ സാധിച്ചു. മനുഷ്യ ക്രിസ്തു മനുഷ്യവാദപ്പെട്ടത് എന്തിന് എന്നുള്ളത് 5 കാര്യങ്ങൾ. പിന്നീട് പറയുന്നത് ദൈവത്തിന്റെ പദവിയല്ല. ഒന്ന്, തേജസ്സിലേക്ക് നടത്തുക. നമ്മുടെ ജീവിതത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു തേജസ്. അതാണ് ദിവ്യമായ നക്ഷത്രം. ഇത് ലോകത്ത് കാണാൻ കഴിയാത്ത, മനുഷ്യന് കാണാൻ കഴിയാത്ത, മറ്റുള്ളവരെ കണ്ണിന് ഇരുട്ടാക്കി അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിച്ചമാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ആ നക്ഷത്രത്തെ കണ്ടുപിടിക്കുകയും ആ നക്ഷത്രം ഉദിച്ച സ്ഥലത്ത് വരികയും വിദ്വാൻമാർ കടന്നു വരികയും അവിടെ ജനിച്ച കുഞ്ഞാടാണ് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ള രാജാവിന് പോലും അത് ഭംഗിയായി ആ കുഞ്ഞിനെ കണ്ട് ആസ്വദിക്കുവാൻ കഴിയാതെ പോവുക. ഞാൻ പറയുന്നത് ഇനിയും അനേക രാജാക്കന്മാർ ഈ ഭൂമിയിലുണ്ടാവും. ഈ ലോകത്തിന് മാറ്റം സംഭവിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്ക് തന്നെ മാറ്റം സംഭവിക്കും. അടുത്ത തലമുറയുണ്ടാകും. എന്നെങ്കിലും തലമുറയുണ്ടായാൽ യേശു തന്നെയാണ്. അത് പറഞ്ഞ് വേറൊരു മാറ്റം. കാരണം ലോകൈക രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ് എന്നുള്ളത് ഈ ക്രിസ്മസിലൂടെ, ഈ ക്രിസ്മസ് സന്ദേശത്തിലൂടെ, ബൈബിളിലൂടെ ഈ ലോകത്ത് മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. ഈ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത് മക്കൾ എന്ന പദവിയിലുണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മക്കളുടെ പദവിയിലുണ്ട് ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടും. അതാ ഈ ലോകത്തിന്റെ മക്കൾ എങ്ങനെയെങ്കിലും ജീവിക്കേണ്ടവരാ, വൈവിധ്യം ജീവിക്കേണ്ടവരാ, സന്തോഷമില്ലാതെ ജീവിക്കേണ്ടവരാ. പക്ഷെ സമാധാനം നൽകി നമ്മൾ വിശ്രമിക്കുന്നത് ഈ ദൈവത്തിന്റെ കൃപയിലാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ സമാധാന ദിവസം പഞ്ചാബ്, ഹരിയ, ഒറീസ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായ ഗ്രാം സ്റ്റേറ്റ്സിനെ 2 മക്കളെയൊക്കെ ഒരു വാഹനത്തിനകത്ത് കുത്തിക്കൊല്ലാൻ എളുപ്പമായി, കുത്തിയിട്ട് കൊല്ലാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പോഴും ആ പ്രദേശത്ത് സമാധാനം. അവിടെ എപ്പോഴും വെള്ളം വേണം. നമ്മളുടെ വരണ സമയം പറഞ്ഞാൽ അവിടെ ഒറ്റയായിട്ട് അവർ താമസിക്കാൻ പറ്റില്ല. കാരണം ആ സമ്മേളനം ഒറ്റയായിട്ട് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സമാധാനം. ഞാൻ പറഞ്ഞത് എത്ര കിലോമീറ്റർ ദൂരെയുള്ള വെള്ളമാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് ഒരു മിഷണറിയെ കണ്ടുകളായി പോകുന്നതാണ്. മിഷണറി വന്നത് കർത്താവിനെ കുറിച്ച് പറയാം. അനേക കുഷ്ഠരോഗികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവരെ ഉപദ്രവിച്ചു, വേദനിപ്പിച്ചു, തല്ലി ഒക്കെ പറഞ്ഞിട്ട് പ്രകൃതി നോക്കിയിരിക്കുന്നു. പ്രകൃതി പറയുന്നത് ഇവിടെ തീർന്നില്ല. പക്ഷെ പ്രകൃതി സംസാരം ഇന്ന് ദൈവം തന്റെ മക്കളുടെ
പ്രാർത്ഥന ഉണ്ടെങ്കിൽ പ്രകൃതി സംസാരിക്കുന്ന ദൈവം പ്രകൃതിയോട് സംസാരിക്കും. ബൈബിൾ പറയുന്നു ഒരു പുഴുവിനോട് സംസാരിച്ചാൽ മതി അല്ലേ? ബൈബിൾ യോനെ കുറിച്ച് പറയുമ്പോൾ പുഴുവിനോട് സംസാരിക്കും. പുഴു മീനിനോട് ദൈവം സംസാരിച്ചു. മീനിനും പുഴുവൊക്കെ അനുസരണപ്പെടാൻ ആവണത്തിനോട് സംസാരിച്ചു അല്ലെ? ആ ചെടി അത് കട്ടുപോകത്തക്ക പുഴുവിനയച്ച് അത് നശിപ്പിച്ചു. ഞാൻ പറഞ്ഞിട്ടുള്ളത് ദൈവത്തിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിന്റെ മക്കൾ പദവിയിലുണ്ട് ക്രിസ്തുവിലേക്ക് നമ്മൾ മാറണം. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ അനുഭവത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അതിൽ തിരിച്ചു വരാനുള്ള ഒരു സമയം ദൈവം തന്നിരിക്കുന്നു എന്നാണ്. ഇനി പുത്രത്വത്തിന്റെ പരിപൂർണത നമുക്ക് ഇനിയും കിട്ടാനില്ല. ഒരു പുതിയ ക്രിസ്തീയ അനുഭവം കൂട്ടായ്മ എന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അടുത്തൊരു ക്രിസ്മസ് വരുമ്പോൾ ഏതൊക്കെ അവസ്ഥയിലാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത് എന്ന് പറയാൻ കഴിയട്ടെ. ലോകത്തിന്റെ പോക്ക് ഏത് വഴിയാണ് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് വളരെ സന്തോഷമാണ്. സ്വീകരിക്കപ്പെടാനും അതിന്റെ മക്കൾ അവകാശികളാണ് എന്നുള്ള ആ ചിന്തയിൽ ആ ദൈവത്തിന്റെ രാജ്യത്തില് പ്രയാസമുള്ള ഒരു മക്കളായി തീരണം എന്ന് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യം. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി സമയം നേരിട്ട കുഞ്ഞുങ്ങളോ മാതാപിതാക്കളൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തെ ഞാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്രിസ്തു മനുഷ്യാവതാരം എടുത്തത് എന്തിന് എന്നുള്ള ചോദിക്കുന്ന ചില കാര്യങ്ങൾ. ദൈവമക്കളുടെ പദവി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം അത് കൂടെ മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് സന്തോഷം സമാധാനം നമ്മൾ പാർക്കുന്ന പ്രദേശത്ത് ആരുടെ താമസങ്ങൾ എന്തൊക്കെ ചെയ്താൽ നമ്മുടെ വിശ്വാസത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒരിക്കലും മുമ്പോട്ട് ചവിട്ടുവാൻ ഇടവരരുത്. നമ്മൾ കരുതുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ നന്നാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഏത് കാര്യത്തിനും വാസത്തിന് മുൻപിട്ട് കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തൊപ്പി പോലുള്ള മറ്റു സ്ഥാപനങ്ങളൊക്കെ വിറ്റതിനെ അതിനെയൊക്കെ പേറ്റിയേപ്പിച്ചു. നിങ്ങൾ വിൽക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ അവരുടെയൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ വീട്ടില് ഉണ്ടെങ്കിൽ അതിൽ നോക്കി കാണും, അല്ലെങ്കിൽ മെത്ത നോക്കി അതിൽ കാണും ഒരടയാളം, നമ്മൾ വാങ്ങിച്ചത് ലൈറ്റിൽ കാണുന്ന ഒരടയാളം. നിങ്ങളത് പരിശോധിച്ചോ? ഞാൻ ഒത്തിരി പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയാം, നിങ്ങൾ വാങ്ങുന്ന ഒരുപാട് സാധനത്തിൽ അവരുടെ അടയാളങ്ങളും ചിന്തകളുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കും. എന്ത് കിട്ടിയാലും പിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു അനുഭവമായിട്ടില്ല. നമ്മൾ പ്രാർത്ഥനയോട് ഇടപെടുക, മനസ്സിലാക്കുക, ചിന്തകളെ മനസ്സിലാക്കുക, ലോകത്തിന്റെ കാലഗതിയെ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചിട്ട് യേശുക്രിസ്തു ആരാണ്, എന്റെ ജീവന്റെ ഉടമസ്ഥനാണ്, എന്റെ രക്ഷകനാണ് എന്ന് നമ്മൾ പഠിക്കാൻ പറഞ്ഞാൽ തീർച്ചയായും കുറെ കൂടെ നമുക്ക് ശക്തിപ്പെടുവാനായിട്ട് കഴിയുക. അങ്ങനെ നമുക്ക് 2025 അനുഗ്രഹിക്കപ്പെട്ട ഈ ക്രിസ്മസ് ഏറ്റവും നന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തീയ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ധർമ്മസ്വരൂപ വാക്യങ്ങൾ ഒരുമിച്ച് ജയിച്ചു.